പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം. അവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവൽക്കടവ്, കൊടുങ്ങല്ലൂർ. തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് വക തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദശാവതാര ചന്ദനച്ചാർത്തും ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവത സപ്താഹവും അഷ്ടമി രോഹിണി മഹോത്സവത്തിനുമാണ് തുടക്കമായത്. പൂന്താനം ഊട്ടുപുരയിൽ വെച്ച് നടത്തിയ ഭഗവത്ഗീത ഭക്തിയോഗത്തിന് രവിശങ്കർജിയുടെ വ്യാഖ്യാനത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനും ഇന്റർനാഷണൽ ട്രെയിനറുമായ സജി നിസാൻ നേതൃത്വം നൽകി. അദ്ദേഹം പറയാണ്, നീ എത്ര തവണ ഭഗവത്ഗീതയിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നുള്ളതിലല്ല വിഷയം, ഭഗവത്ഗീത ഒരു തവണയെങ്കിലും നിന്നിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമുക്ക് നമ്മളിലൂടെ ഭഗവത്ഗീതയെ ഒന്ന് കടത്തിവിടണം. ഭഗവാന്റെ വാക്ക് കറക്റ്റല്ലേ? അതിന് മുൻപ് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ പണ്ടത്തെ കാലത്ത് യജ്ഞങ്ങൾ മുടക്കാനായിട്ട് രാക്ഷസന്മാർ വരുമായിരുന്നു എന്നാണ് പറയുന്നത്. കേട്ടില്ലേ? അതല്ലേ പുരാണങ്ങൾ കേട്ടില്ലേ? യജ്ഞങ്ങൾ മുടക്കാനായിട്ട് ആര് വരും? രാക്ഷസന്മാർ വരും. കാരണം യജ്ഞം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഇത് ഗീതായജ്ഞം തുടങ്ങാൻ പോവാണ്. അപ്പൊ ഈ യജ്ഞം മുടക്കാനും ഇവിടെ കുറച്ച് രാക്ഷസന്മാർ വരും. ഓഗസ്റ്റ് 22 മുതൽ 29 വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ചെന്നൈ അനന്തനാരായണൻ സ്വാമി യജ്ഞാചാര്യനും സന്ധ്യ ബാലകൃഷ്ണൻ സഹ ആചാര്യനുമായാണ് ദാനം നടക്കുന്നത്. പ്രസിഡന്റ് രവീന്ദ്രൻ, സെക്രട്ടറി ബിബിൻ ബാലൻ, കൺവീനർ ML കുമാർ, ട്രഷറർ KG രാജൻ എന്നിവർ നേതൃത്വം വഹിച്ചു. അഷ്ടമി രോഹിണി നാളിൽ ഭഗവാന്റെ പിറന്നാൾ സദ്യ ഉച്ചയ്ക്ക് 11 മുതൽ 2 വരെയും വൈകിട്ട് 6:30 ദീപാരാധനയും രാത്രി 12 അവതാര പൂജയും പുണ്യദർശനവും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൃഷ്ണം ജഗദ്ഗുരും